നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും. നമ്മുടെ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട്. വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പ്. ഹലോ, വണക്കം, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഷാജി വീണ്ടും ലൈം ലൈറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും. അടുത്ത ദിവസമാണ് ഒരു പുതിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാൻ ഇടവന്നത്. എന്താണ് ഇതിൻ്റെ സത്യം, യാഥാർത്ഥ്യം എന്നുള്ളതൊന്നും ഇനിയും കൃത്യമായിട്ട് അറിയില്ല. പലരും ഈ വാർത്ത കണ്ടവരുണ്ടാകും. ഷാജിദയുടെ ഈ വാർത്തയെ പറ്റി പറയുന്നത് മറ്റാരുമല്ല, അതിൻ്റെ ആദ്യം വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് സംസാരിക്കാം. നമ്മുടെ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട്. വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഇതാ അവൾ നാട് വിട്ടു. അപ്പോൾ വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഈ വീഡിയോ പുറത്തുവിട്ടത് മറ്റാരുമല്ല, ഷാജിദയുടെ അയൽവാസിയായ സിനാൻ എന്നൊരു വ്യക്തിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ചന്ദന കേസിൽ ഷാജിദയെ പിടികൂടി എന്നാണ് വാർത്ത. വീട്ടിലെ ചന്ദനം മുറിച്ച് മാറ്റിയതിന് ഫോറസ്റ്റുകാരും വനം വകുപ്പും ഒക്കെ വന്ന് ഷാജിദയ്ക്കെതിരെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയെന്നും ഷാജിദ നാട് വിട്ടു പോകുന്നു എന്നൊക്കെയാണ് വാർത്തയിൽ കാണുന്നത്. വീഡിയോ ബാക്കി കുറച്ചുകൂടെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഇതാ അവൾ നാട് വിട്ടു പോകുന്നു. അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി സംഭവം. പിന്നെ ചന്ദനം മുറിച്ചത് മാത്രമല്ല, പുതിയ ഒരു വീട്ടിലേക്ക് ഷാജിദ താമസം മാറിയെന്നും ആ വീട് ഷാജിദ സ്വന്തമായി വാങ്ങിയതാണെന്നും ഒക്കെ പറയുന്നു. അത് കണ്ടിട്ടൊരു വാടക വീട് പോലെ തോന്നുന്നുണ്ടെങ്കിലും അതും എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഇനി അറിയില്ല. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പോകില്ല എന്ന് ഷാജിദ പറഞ്ഞതായും, അല്ല വേറെ ഒരു വീട് റെഡിയാകുന്നത് വരെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നുമൊക്കെ ഷാജിദ പറഞ്ഞതായിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഷാജിദ ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ച ഒരു വീഡിയോ കാണാനിടയായി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. മുതലൊന്നല്ല, എന്റെ അത്താനും കൂടി പേർക്കുള്ള മുതലാണ് ഇത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ അത്തിയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം, ഈ പറയുന്ന രണ്ട് താഴെയുള്ളവന്മാർക്ക് അവകാശമുള്ളൂ. ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വേണ്ട ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും താമസം മാറി വേറെ ഒരു പുതിയ വീട്ടിലേക്ക് വന്ന ആ വീട് ഷാജിദ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ വീട് ഷാജിദ കാണിക്കുന്നത് കൂടി നമ്മൾക്കൊന്ന് കാണാം. അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എനിക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി സംഭവം പാലിപ്പ് കാച്ചിനുള്ള ഇവിടേക്ക് കരി ഉണ്ട് കേട്ടോ. അവര് തീ കത്തിച്ചതിന്റെ കരിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വീടാണ്, അടിപൊളി വീടാണ്. ഞങ്ങൾക്ക് പറ്റി ഇഷ്ടവും സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും റെഡിയാക്കണുള്ളൂ. നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവരിവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുത്തിട്ടുള്ളൂ. സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അൽമാര കൊടുന്നു. പിന്നെ ഇത് ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം കണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സമാധാനമുണ്ട് കേട്ടോ അവിടെ. മനസ്സിന് കുറച്ച് ഉണ്ട്. നമ്മളിപ്പോ എത്തിയിട്ടുള്ളൂ, വീട് മാറിയിട്ടുള്ളൂ. അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണം. പാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു. ഈ കുട്ടികൾക്കൊക്കെ വിശന്നു. രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. പാല് വെച്ച് ഞങ്ങൾ കുടിക്കട്ടെ, ചായ വെച്ച് കുടിക്കട്ടെ. കുട്ടികളവിടെ കഴിക്കുന്നുണ്ട്. ഇന്നതാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വൈകുന്നേരം ഒരു 4-5 മണിക്കാണ് നമ്മൾ കയറി വന്നത്. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പടച്ചോനല്ലേ വലുത്, അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ അല്ലെ. എല്ലാരും എന്താ പറയാ, നമുക്ക് പണി, പക്ഷെ അവർക്കിട്ടൊരു ആ പണി വരുന്നത് അവരാ അറിയണില്ല കേട്ടാ. അതാണ് സത്യം. അപ്പൊ അത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. നാളെ നല്ല വീഡിയോ ആയിട്ട്, കിച്ചൺ വീഡിയോസ്, ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെ രാവിലെ വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, നല്ല അടിപൊളി വീടാണെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. പുള്ളിക്കാരി ആകെപ്പാടെ വലിയ സന്തോഷത്തിലാണ് വീട് മാറിയതൊക്കെ, മനസമാധാനം ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നു.
വീട് മാറിയതേ ഉള്ളൂ. ആദ്യം പാല് കാച്ചൊക്കെയാണ് പുള്ളിക്കാരി നടത്തുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുമുണ്ട്. ശേഷം വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം. സുഖമല്ലേ? പിന്നെ എല്ലാവരും ഷാജിദ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കാണുന്നത്. അവൾ പറയണ പറച്ചൽ എന്തെല്ലാം എന്ന് നിങ്ങളെല്ലാവരും അറിയണം. എൻ്റെ മരിച്ചുപോയ ഉപ്പാനെയും എൻ്റെ പെങ്ങന്മാരെയും ഉമ്മാനെയും എന്തെല്ലാം വർത്താനം അവൾ പറയുന്നു. ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? ഷാജി നീ വെയിറ്റ് ചെയ്തിട്ടോ, ഇതിനുള്ള മറുപടി നിനക്ക് 100ഓളം മറുപടികൾ വരും. നീ വെയിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞൊരുക്കി ഞാൻ കൊന്നു നെഞ്ഞൊരുക്കി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാക്ക് സത്യം പറഞ്ഞ സൈലന്റ് അറ്റാക്കാണ്. എൻ്റെ ഉപ്പ രാത്രി 8:30 ആകുമ്പോൾ പണിക്ക് പോയി, 9:30 ആകുമ്പോഴത്തേനും എൻ്റെ ഉപ്പ മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയില്ല, അതിന് മുന്നേ മരിച്ചു. ജീവിതമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഷാജിയ, നിന്നെപ്പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സമാധാനമല്ല. എൻ്റെ ഇപ്പൊ പോയത് വേറൊരു കാര്യം, ഇപ്പൊ പോയതിൻ്റെ പിന്നാലെ നിന്റെ ഈ പറച്ചിൽ വേറെ. എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള. അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞ് അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി. ഇപ്പോൾ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. നിനക്കിതിനുള്ളത് കിച്ചൺ വീഡിയോസൊക്കെ ഇനി ഉണ്ടാക്കി തുടർന്ന് നല്ല രീതിയിൽ പോകാനൊക്കെ ഉള്ള പരിപാടിയും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസമാധാനം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തന്തനെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത, ഉരുകി ചത്തില്ലടാ നിന്റെ താതൻ ഉണ്ടാക്കിയതല്ലടാ. അത് കബീറിന്റെ വിത്തുകളിടാ, അത് കബീറിന്റെ വിത്തുകൾ. ഈ 5 എണ്ണം കബീറിന് ഉണ്ടാക്കിയത് അല്ല, നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരങ്ങി ഉണ്ടാക്കിയത് അല്ലടാ. ഓക്കെ, കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാടാ. അതുപോലെ അല്ലടാ ഇത് ഉണ്ടാക്കിയത്. അന്തസായി പിടിച്ചുണ്ടാക്കിയത്, അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഓടി വന്ന പോലെ അല്ലടാ പുല്ല. നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ കാദർഖാന്റെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്കുള്ളത്. ഒരു വശത്ത് നിന്ന് നോക്കിയാൽ കുറേ പേര് ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു പാവം പെണ്ണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അത് ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെയോ ഒരു ആൺതുണയില്ലാതെയോ ഒക്കെ 5 കുഞ്ഞുങ്ങളെ വളർത്തി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വളരെ കഷ്ടമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ പൊരുതി ജീവിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ഒരുപാട് പാടുപെടുന്ന ആ ഒരു പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ വളരെ കഷ്ടമാണ്. പിന്നെ പുള്ളിക്കാരി ഈ സംസാരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഓരോന്ന് എടുത്തു ചാടി ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും അത് പലർക്കും ഇഷ്ടപ്പെടാറില്ല. അത് ആളുകളെ കൂടുതൽ പ്രകോപിപ്പിക്കാനായിട്ട് ഇടവരുത്തുകയും പിന്നെ ഒരുപാട് പേര് വളരെ കാര്യമായിട്ട് തന്നെ പുള്ളിക്കാരിയെ വിമർശിക്കുന്നവരും സൈബർ അറ്റാക്കൊക്കെ ചെയ്യുന്ന ആളുകളുമൊക്കെ ധാരാളം ഉണ്ട്. അത് ഈ പുള്ളിക്കാരിയുടെ എടുത്ത് ചാടിയുള്ള ഈ ഒരു സംസാരം വന്നിട്ട് കേൾക്കുമ്പോഴേക്കും അത് കേൾക്കുന്നവർ തന്നെ വല്ലാതെ അങ്ങ് അവരെ അത് പ്രകോപിപ്പിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള കാരണം. പുള്ളിക്കാരിക്ക് ധാരാളം ഈ എതിർക്കാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവാനായിട്ട് ഈ പുള്ളിക്കാരി കടന്നു വന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ മാനസികാവസ്ഥയും വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനവും ഇങ്ങനെ എടുത്തു ചാടിയുള്ള സംസാരവും ഒക്കെ കേൾക്കുമ്പോഴാണ് പുള്ളിക്കാരി അത് കൂടുതൽ പ്രശ്നത്തിലോട്ട് കൊണ്ട് ചാടിക്കുന്നത്. ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് കൂവി പറയുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ കൂട്ടത്തോടെ ഇവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മുമ്പ് പല വീഡിയോസിൽ എപ്പോഴും പറയാറുള്ളത് പോലെ സംസാരിക്കുമ്പോഴേക്കും വളരെ സൂക്ഷിച്ച് സംസാരിക്കുകയും പിന്നീട് അതിൽ വന്നിട്ട് അതിൽ നിന്ന് കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ളൊരു സംസാരം എപ്പോഴും അവർക്ക് മാത്രമല്ല മക്കളെ കൂടെ അതിൻ്റെയൊക്കെ ആ ഒരു അവസ്ഥ കൊണ്ടെത്തിക്കുന്നത് ഈ കുട്ടികളും പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികളായിരിക്കും. അപ്പം അവരെ കൂടെ ബാധിക്കുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി സംസാരിക്കുകയും ഓരോ വീഡിയോസും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും
ഈ പറയുന്നത് പോലെ സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ഉമ്മായുടെ വീഡിയോസും ഒക്കെ ഇവർ പരസ്യമായിട്ട് ഇങ്ങനെ പബ്ലിക്കിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആളുകൾ പ്രതികരിക്കും. അതിന് മോശമായിട്ടുള്ള കമൻസൊക്കെ വരും, വളരെ അധികം വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ എന്ത് പറയാം ആയിട്ട് നല്ല കാര്യങ്ങളുണ്ടോ അത് ഷെയർ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ പുള്ളിക്കാരി ഷെയർ ചെയ്യാൻ പോയിട്ടാണ് ആകെ മൊത്തം പുള്ളിക്കാരി കുഴപ്പത്തിലോട്ട് ചെന്ന് ചാടിയത്. ഇങ്ങനെ പലതും വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകാനുള്ള സാധ്യതയാണ്. ഇനിയെങ്കിലും പുള്ളിക്കാരി ഇതുപോലെ നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകാനും ഈ അടുക്കള വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ പുള്ളിക്കാരി ഷെയർ ചെയ്യുന്നതും ഒക്കെ അങ്ങനെ പോയാൽ പുള്ളിക്കാരിക്ക് മനസമാധാനം കാണും. പിന്നെ കാണുന്നവരിൽ നിന്നും ആ ആളുകളുടെ ഇഷ്ടക്കേട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അല്ലാതെ ആകുമ്പോഴേക്കും ആളുകളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത് പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ ഈ ചന്ദനക്കടത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നു, അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനിയും മനസ്സിലാകുന്നില്ല. കാരണം ഈ പുള്ളിക്കാരിയുടെ അയൽവാസികളൊക്കെ പുള്ളിക്കാരിക്ക് അത്രയും രീതിയിലൊരു ശത്രുത പുള്ളിക്കാരിയുടെ വെച്ച് പുലർത്തുന്ന ആളുകളും അതിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ വന്നതായിട്ട് അയൽവാസി അത് ഷെയർ ചെയ്യുന്നത് കാണാനിടയായത് കൊണ്ടാണ് ഈ വീഡിയോ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്നുള്ളത് വിചാരിച്ചത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അപ്പോൾ അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിലൊക്കെ പറയുമ്പോഴേക്കും മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരണം വരുമ്പോഴേക്കും പലരും അവർ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്നുള്ളതൊക്കെ കാണിക്കാനും വരുത്തി തീർക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുവഴി വന്നിട്ട് വളരെ അധികം കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോഴേക്കും കൂടുതൽ പ്രശ്നങ്ങളെ ക്ഷണിച്ച് വരുത്തുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ ഭാവിയൊക്കെ ഒന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു ആത്മസംയമനമൊക്കെ പാലിച്ച് മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് ഉള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്ക് തന്നെയായിരിക്കും. എന്തായാലും നിങ്ങൾ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ല ഷാജിദയ്ക്ക് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അത് എതിർക്കുന്നവരാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.